ഹലോ എവരി വൺ, ഇന്നിവിടെ റിവ്യൂ ചെയ്യുന്നത് 2024 റിലീസ്ഡ് മൂവി ബീ കീപ്പർ. സോ ഈ മൂവി എങ്ങനെയുണ്ട് എന്നിവിടെ ഡിസ്കസ് ചെയ്യാം. ഇതിലങ്ങനെ പറയാൻ മാത്രം വലിയ കഥയൊന്നുമില്ല. ഈ പടത്തിൽ ലീഡ് റോളിൽ വരുന്ന ജേസൺ സ്റ്റാഥം പ്ലേ ചെയ്യുന്ന ആഡം ക്ലേ മുമ്പേ ബീ കീപ്പേഴ്സിന്റെ സീക്രട്ട് സൊസൈറ്റിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാൾ. ഇപ്പോൾ റിട്ടയർഡ് ആണ്. ബട്ട് ഇപ്പോൾ എന്തിനാണ് ഫീൽഡിൽ വന്നത്, എന്തിനാണ് റിവെഞ്ച് ചെയ്യുന്നത് എന്നതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ മൂവി മുഴുവനും. ഈ ചെറിയ സ്റ്റോറി വൈസ് മൂവിയിൽ നന്നായിട്ടാണ് ഡെവലപ്പ് ചെയ്തതെന്ന് പറയാം. ഞാൻ പറഞ്ഞതുപോലെ കാര്യമായ സ്റ്റോറിയൊന്നും ഇല്ലെങ്കിലും ആക്ഷൻ, ഫൈറ്റ്, ഗൺഷോൺ സീക്വൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടിരിക്കാവുന്ന മൂവി. ഞാൻ ഈ പടം കാണാൻ കാരണം എസ്പെഷ്യലി ഇത് ജേസൺ സ്റ്റാഥത്തിന്റെ മൂവിയാണ്. ബിഗ് ഫാൻ. സിമ്പിൾ ഔട്ട്ലൈനെ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് സൈബർ ക്രൈംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ കോർ കോൺസെപ്റ്റ് ആക്കിയാണ് ഈ മൂവി എടുത്തിരിക്കുന്നത്. ആ ഒരു കോൺസെപ്റ്റിൽ ഇത് നല്ലൊരു പടം തന്നെയാണ്. ഈ ബീ കീപ്പർ ഈ വർഷത്തെ ആദ്യ ഹിറ്റ് മൂവിയാണ് എന്ന് തന്നെ പറയാം. എക്സ്പെൻഡബിൾ 4 ഫ്ലോപ്പിന് ശേഷം ജേസൺ സ്റ്റാഥം ബീ കീപ്പറിലൂടെ തിരിച്ചു വന്നതെന്ന് പറയാം. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനപ്പുറമാണ് ഡേവിഡ് അയ്യർ ഡയറക്റ്റ് ചെയ്ത ഈ മൂവി ബോക്സ് ഓഫീസ് കളക്ഷൻ 100 മില്യൺ കടന്നിരിക്കുകയാണ്. ആക്ച്വലി ഈ മൂവി ഇറങ്ങിയപ്പോൾ കാണാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഇതിൻ്റെ ഡിജിറ്റൽ അവൈലബിൾ ആണ്. 1 hour 45 minutes ആണ് ഡ്യൂറേഷൻ. സോ നിങ്ങൾ ഈ ബീ കീപ്പർ മൂവി കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക. മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ. Thank you.